എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാനി. ഒത്തിരി നാളായി നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ട് ചില ഹോസ്പിറ്റൽ കേസുകളും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്ന കാരണം ക്ലാസ്സൊക്കെ ഒന്ന് സ്റ്റോപ്പായി. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, VFA, ബിവറേജ് LDC ഇവർക്ക് വേണ്ടിയുള്ള ടോപ്പിക് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ്. 2025 സെപ്റ്റംബർ മാസത്ത് സെപ്റ്റംബർ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള കറണ്ട് അഫെയർ ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ലോക നാളികേര ദിനം. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക ഉടുപ്പി സ്വദേശിയാണ് വിദുഷി ദീക്ഷ. ആരാണ്? വിദുഷി ദീക്ഷ. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക ഉടുപ്പി സ്വദേശിയാണ് വിദുഷി ദീക്ഷ. ലോകത്തിലെ ആദ്യ ബില്യണർ ആകാൻ പോകുന്ന ആളാണ് ആര്? ഇലോൺ മാസ്ക്. ഇലോൺ മാസ്ക് ആണ് ലോകത്തിലെ തന്നെ ആദ്യ ബില്യണർ ആകാൻ പോകുന്നത്. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹിയാണ്. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹിയിലാണ് 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ജാവലിൻ ത്രോ താരമാണ് ആര്? നീരജ് ചോപ്രയാണ് കേട്ടോ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ജാവലിൻ ത്രോ താരമാണ് ആര്? നീരജ് ചോപ്ര. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബ്ലങ്ക. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബ്ലങ്കയാണ്. അതുപോലെ തന്നെ പുരുഷ സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ് ആണ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. നെക്സ്റ്റ്, കേരള ക്രിക്കറ്റ് ലീഗ് 2-ാം സീസണിൽ ചാമ്പ്യന്മാരായത്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 2-ാം സീസണിൽ ചാമ്പ്യന്മാർ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് കേരള ക്രിക്കറ്റ് ലീഗ് 2-ാം സീസണിൽ ചാമ്പ്യന്മാരായത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. പ്രഥമ കേരള പ്രീമിയർ ചെസ് ലീഗിൽ ചാമ്പ്യന്മാരായത് ആരാന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് കിങ്സ് സ്ലേയേഴ്സ് ആണ് കേട്ടോ. കോഴിക്കോട് കിങ്സ് സ്ലേയേഴ്സ് ആണ് പ്രഥമ കേരള പ്രീമിയർ ചെസ് ലീഗിൽ ചാമ്പ്യന്മാരായത്. നെക്സ്റ്റ്, ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെൻറ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷൻ്റെ പേരാണ് ഏത്? ആദിവാണി. ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെൻറ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷനാണ് ഏത്? ആദിവാണി. ശ്രീനാരായണ ഗുരു രചിച്ച് 104 ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ദൈവദശകം. ശ്രീനാരായണ ഗുരു രചിച്ച് 104 ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ദൈവദശകം. ദൈവദശകം എന്ന ഗ്രന്ഥമാണ് 104 ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ്, 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2025 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേരാണ് മൈത്രി 14. ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് മൈത്രി 14.
ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച പ്രൊസസർ ചിപ്പ്. ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച പ്രൊസസർ ചിപ്പാണ് വിക്രം 32 ബിറ്റ്. ഏതാണ്? വിക്രം 32 ബിറ്റ് ആണ് പ്രൊസസർ ചിപ്പ്. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ച കേരളത്തിലെ ഫാം. ശ്രദ്ധിക്കുക, രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ച കേരളത്തിലെ ഫാമാണ് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം. ഏതാണ്? ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം. ഒക്കൽ വിത്തുൽപാദന കേന്ദ്രത്തിനാണ് രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ച കേരളത്തിലെ ഫാം. 2025 സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് തബഹ് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ്. 2025 സെപ്റ്റംബർ ചൈനയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് എന്ത്? തബഹ് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ്. mRNA സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിനാണ് എൻഡോമിക്സ്. ഇതാണ് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിനാണ് എൻഡോമിക്സ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? വീയപുരം ചുണ്ടനാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി വീയപുരം ചുണ്ടൻ. ഭാഗ്യചിഹ്നം കാത്തു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഏതാണ്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാത. അല്ലേ? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാതയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത. അടുത്തിടെ ഏകദേശം 900 പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിലാണ്. അടുത്തിടെ ഏകദേശം 900 പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിലാണ്. ആഗോള സമാധാന സൂചികയിൽ 2025 ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഐസ്ലാൻഡാണ്. ആഗോള സമാധാന സൂചികയാണ്, ഇതിൽ സൂക്ഷിക്കാന്നാണ്, പക്ഷെ സൂചിക എന്നാണ് കേട്ടോ. ആഗോള സമാധാന സൂചികയിൽ 2025 ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഐസ്ലാൻഡ്. ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നറിയോ? 115. ഇന്ത്യയുടെ സ്ഥാനം 115ാമത്തെ സ്ഥാനമാണ്. 2025 സെപ്റ്റംബറിൽ UAEയിൽ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് ദീപക് മിത്തലാണ്. 2025 സെപ്റ്റംബറിൽ UAEയിൽ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് ആരാന്ന് ചോദിച്ചാൽ അത് ദീപക് മിത്തൽ. സഹകരണ മേഖലയിൽ ബാങ്ക് ലയനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായി ലയിക്കുന്ന ബാങ്കാണ് കേരള ബാങ്ക്. സഹകരണ മേഖലയിൽ ബാങ്ക് ലയനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായി ലയിക്കുന്ന ബാങ്കാണ് കേരള ബാങ്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് ദ വിസാർഡ് ഓഫ് ദി കർമാലിൻ. ദ വിസാർഡ് ഓഫ് ദി കർമാലിനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ. ആർദ്ര കേരളം പുരസ്കാരം 2023-24 പുരസ്കാരമാണ് ഇപ്പം കൊടുക്കുന്നത് കേട്ടോ. ആർദ്ര കേരളം പുരസ്കാരം 2023-24. മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാ? വെള്ളിനേരി. പാലക്കാട് ജില്ലയിലെ വെള്ളിനേരിയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത്.
മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി. ഏതാണ്? പള്ളുരുത്തിയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. അത് എറണാകുളം ജില്ലയിലാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ് മികച്ച ജില്ലാ പഞ്ചായത്ത്. മികച്ച മുനിസിപ്പാലിറ്റി ഏതാന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂരാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ എന്താണ്? മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഭരണകൂട അട്ടിമറിക്കാൻ ശ്രമിച്ച എന്ന കുറ്റത്തിന് തടവു ശിക്ഷ ലഭിക്കപ്പെട്ട മുൻ ബ്രസീലിയൻ പ്രസിഡന്റാണ് ജയർ ബോൾസനാരോ. ജയർ ബോൾസനാരോ ആണ് ഭരണകൂട അട്ടിമറിക്ക് ശ്രമിച്ച എന്ന കുറ്റത്തിന് തടവു ശിക്ഷ ലഭിക്കപ്പെട്ട മുൻ ബ്രസീലിയൻ പ്രധാനമന്ത്രിയാണ് ജയർ ബോൾസനാരോ അല്ലേ. 2025 സെപ്റ്റംബറിൽ ഇസ്രായേൽ വിക്ഷേപിച്ച പുതിയ ഉപഗ്രഹമാണ് ഒഫക് 19. 2025 സെപ്റ്റംബറിൽ ഇസ്രായേൽ വിക്ഷേപിച്ച പുതിയ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഒഫക് 19. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഓഫ്ലൈൻ ക്ലാസുകൾ ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കുന്ന പോർട്ടലാണ് കെ-ലേൺ. എന്താണ്? ഓഫ്ലൈൻ ക്ലാസുകൾ ഓൺലൈനായി ലഭിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കുന്ന പോർട്ടലാണ് കെ-ലേൺ. എന്തായിരുന്നു? കെ-ലേൺ. ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ. ലോകത്തിൽ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യമാണ് ഏത്? അൽബേനിയ. അടുത്തിടെ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായി നിർമ്മിച്ച ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പലാണ് ആന്ത്രോത്ത്. അടുത്തിടെ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായി നിർമ്മിച്ച ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പലാണ് ഏത്? ആന്ത്രോത്ത്. സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവിളക്കുകളുള്ള ഗ്രാമപഞ്ചായത്ത് പാറളം. തൃശ്ശൂർ ജില്ലയിലെ പാറളം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിനാണ് സംസ്ഥാനത്തെ പൂർണ്ണമായി തെരുവിളക്കുകൾ ഉള്ള ഗ്രാമപഞ്ചായത്തായിട്ട് കണക്കാക്കുന്നത്. സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? PH കുര്യനാണ് കേട്ടോ. സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി അധ്യക്ഷനായി നിയമിച്ച ആളാണ് PH കുര്യൻ. 2025 സെപ്റ്റംബറിൽ രാജ്യസുരക്ഷയുടെ പേരിൽ സോഷ്യൽ മീഡിയ കൂട്ടത്തോടെ നിരോധിച്ചതിനെ തുടർന്ന് ജൻസ് കലാപം നടന്നത് നേപ്പാളിലാട്ടോ. 2025 സെപ്റ്റംബറിൽ രാജ്യസുരക്ഷയുടെ പേരിൽ സോഷ്യൽ മീഡിയ കൂട്ടത്തോടെ നിരോധിച്ചതിനെ തുടർന്ന് സോഷ്യൽ മീഡിയ കൂട്ടത്തോടെ നിരോധിച്ചതിനെ തുടർന്ന് ജൻസ് കലാപം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നേപ്പാൾ. ബ്ലൂംബെർഗിന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും വലിയ ലോക സമ്പന്നൻ ലാറി എല്ലിസണാണ്. ബ്ലൂംബെർഗിന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും വലിയ ലോക സമ്പന്നൻ ലാറി എല്ലിസണാണ്. നെക്സ്റ്റ്, മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ പേരിലുള്ള പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നൽകിയത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗിനാണ്. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ പേരിലുള്ള പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നൽകിയത് മൻമോഹൻ സിംഗിന്. സ്കൂൾ കുട്ടികൾക്ക് മിഠായി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്കൂൾ വളപ്പിൽ തന്നെ മതിയായ നിരക്കിൽ ലഭിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച സെൻ്ററാണ് മാ കെയർ സെൻ്റർ. ഏതാണ്? മാ കെയർ സെൻ്റർ. കേരളത്തിലെ ഏത് സർവകലാശാലയിലെ ഊർജശേഖരണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത്? കേരളത്തിലെ ഏത് സർവകലാശാലയിലെ ഊർജശേഖരണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ
കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. ഏതായിരുന്നു? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. 2025 സെപ്റ്റംബറിൽ നാസയിൽ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഒരു ഇന്ത്യൻ വംശജനാണ് അമിത് ക്ഷത്രിയ. 2025 സെപ്റ്റംബറിൽ നാസയിൽ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഇന്ത്യൻ വംശജ അമിത് ക്ഷത്രിയ. നെക്സ്റ്റ്, മനുഷ്യരിലും മൃഗങ്ങളിലും നിപ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന ന്യൂഡോവ വൈറസ് പരിശോധന സംവിധാനം വികസിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, തോന്നയ്ക്കലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, തോന്നയ്ക്കൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, തോന്നയ്ക്കൽ. നെക്സ്റ്റ്, കീഴ്വാരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് മനീഷ് ഒഴുക്കുന്നാണ്. കീഴ്വാരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് മനീഷ് മുഴുക്കുന്ന്. 2025 സെപ്റ്റംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണമാണ് ഏത്? രക്തചന്ദ്രഗ്രഹണം. ഏതായിരുന്നു? രക്തചന്ദ്രഗ്രഹണം. കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ചന്ദ്രഗ്രഹണം? നെക്സ്റ്റ്, അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കാട്ടുചോല തുമ്പിവർഗം ക്രോക്കോതെമിസ് എറിത്രിയ. അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ കാട്ടുചോല തുമ്പി വർഗമാണ് ഏത്? ക്രോക്കോതെമിസ് എറിത്രിയ. ഏതാണ്? ക്രോക്കോതെമിസ് എറിത്രിയ. നെക്സ്റ്റ്, വേൾഡ് യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ആദ്യമായി നേടിയ ഇന്ത്യൻ താരം മാധവ് ഗോപാൽ കാമത്ത്. വേൾഡ് യൂത്ത് സ്ക്രാബ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് മാധവ് ഗോപാൽ കാത്ത്. നെക്സ്റ്റ്, 2025 സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ച മൗറീഷ്യൻ പ്രധാനമന്ത്രിയാണ് നവീൻ ചന്ദ്ര രാംഗുലൂം. നവീൻ ചന്ദ്ര രാംഗുലൂം. സ്ത്രീകൾക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം നൽകുന്നതിനായി ലാഡോ ലക്ഷ്മി യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാട്ടോ. സ്ത്രീകൾക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം നൽകുന്നതിനായി ലാഡോ ലക്ഷ്മി യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ഇപ്പോൾ നമ്മൾ കേരളത്തെയാണ് പ്രതീക്ഷ, പക്ഷേ ഇത് ഹരിയാന. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവയുള്ള ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. ഏതാണ്? നിരാമയ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമാണ് സായിരംഗ് റെയിൽവേ. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ റെയിൽവേ പാലം? സായിരംഗ് റെയിൽവേ. 2025 സിറ്റി വി എസ് പുരസ്കാരം നേടിയത് ടൊവിനോ തോമസ്. 2025 സെപ്റ്റംബറിൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട നാവികസേനയുടെ പടക്കപ്പലാണ് INS കബ്ര. 2025 സെപ്റ്റംബറിൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട നാവികസേനയുടെ കപ്പലാണ് INS കബ്ര. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗോബലിൻ. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗോബലിൻ. മാഗ്സസ് പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയും കൂടിയാണിത്. അതുപോലെ പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗോൾഡ് ഗോബലിൻ. 2007 രാജസ്ഥാൻ ആസ്ഥാനമാക്കിയാണ് ഇത് ആരംഭിച്ചത്. 2007 രാജസ്ഥാൻ ആരംഭിച്ചു അതിൻ്റെ. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ ഇന്ത്യയുടെ DGP വളർച്ചാ നിരക്ക് 7.8%. 7.8%.
തമിഴ്നാട്ടിലെ മൂന്നാമത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമാണ് എലത്തൂർ തടാകം. തമിഴ്നാട്ടിലെ മൂന്നാമത്തെ വൈവിധ്യ പൈതൃക സ്ഥലമാണ് എലത്തൂർ തടാകം. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പുതിയ DGA ആയി നിയമിതനായത് TCA കല്യാണി. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പുതിയ CGA ആയി നിയമിതനായത് TCA കല്യാണി. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളൂ. ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കാർഷിക സാംസ്കാരിക ഭക്ഷ്യോൽപാദന കയറ്റുമതി വികസനം അതോറിറ്റി ആരംഭിച്ച സംരംഭമാണ് ഭാരതി. ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കാർഷിക സാംസ്കാരിക ഭക്ഷ്യ ഉൽപാദന കയറ്റുമതി വികസന അതോറിറ്റി ആരംഭിച്ച സംരംഭം ഭാരതി. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ് ഇന്ന് സെപ്റ്റംബർ 8. ഫസ്റ്റ് നമ്മൾ വേറൊരു ദിനം പറഞ്ഞു അല്ലേ, നാളികേര ദിനം സെപ്റ്റംബർ 2. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 38ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദി കൊച്ചിയാണ്. 38ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദി കൊച്ചി. സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ സജ്ജീകരിച്ചത് MG യൂണിവേഴ്സിറ്റിയിൽ വേമ്പനാട് എന്നാണ് ആ ഹോസ്റ്റലിന് നൽകിയിരിക്കുന്ന പേര്. മുതിർന്ന പൗരന്മാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി രൂപീകരിച്ചു. മുതിർന്ന പൗരന്മാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായിട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. സോമപ്രസാദ് അഡ്വക്കേറ്റ് K. സോമപ്രസാദാണ് പ്രഥമ അധ്യക്ഷൻ. അടുത്തിടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരമാണ് ചേതേശ്വർ പൂജാര. ആരാണ്? ചേതേശ്വർ പൂജാരയാണ്. അപ്പം ഏകദേശ കറണ്ട് അഫയറുകളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് ഇതിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഓക്കെ.